യാത്ര തുടങ്ങിയിട്ട് 3-ാം ദിവസം, കൊടൈക്കനാലിൽ ഇത് 2-ാം ദിവസം. രാവിലെ ഏകദേശം 8 മണിക്ക് നായിഡുപുരത്ത് നിന്ന് ഇറങ്ങി 8:10 2.7 കിലോമീറ്ററിനകത്തുള്ള ലോസ്കട്ട് റോഡിലുള്ള മൂഞ്ഞിക്കൽ എന്ന സ്ഥലത്തെ ഡാർലിംഗ് റെസ്റ്റോറന്റിലെത്തി. ഒരുപാട് ആളുകൾ റോഡ് അരികിലെ ചെറിയ കടകൾക്ക് പുറത്തായി നിന്ന് കഴിക്കുന്നത് കണ്ടു. ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ കൂടിയും ഒരുപക്ഷെ വിലക്കുറവും രുചിയും അവിടെ ആയിരിക്കാം. എങ്കിലും നല്ല തിരക്കുണ്ട്, തൽക്കാലം വേണ്ടെന്ന് വെച്ചു. ഇനി റോഡ് മുറിച്ച് കടന്ന് തിക്കിത്തിരക്കി വാങ്ങി കഴിയുമ്പോഴേക്കും സമയം കുറെ പോയേക്കാം. അതുകൊണ്ട് അടുത്ത കണ്ട റെസ്റ്റോറന്റിൽ കയറി. ഓർഡർ ചെയ്താൽ അധികം നേരം കാത്തു നിൽക്കാതെ പെട്ടെന്ന് കിട്ടുമെന്നത് ഇവിടുത്തെ ഒരു പ്ലസ് ആണ്. അത് മാത്രമല്ല, ആഹാരവും വളരെ നന്നായിരുന്നു. ഗീ റോസ്റ്റ്, മസാല ദോശ, ഉഴുന്നുവട എന്നിവയാണ് നമ്മൾ വാങ്ങിയത്. 1982 മുതലെയുള്ള കടയാണ്. കൊടൈക്കനാലിലെ തിരക്കിൽ നിന്നൊക്കെ മാറി പളനിഘട്ട് റോഡിലൂടെയുള്ള ഒരു മനോഹരമായ യാത്രയിലാണ്. വഴിയിലുടനീളം നല്ല ഹെയർപിൻ വളവുകളും മനോഹരമായ പൈൻ ഫോറസ്റ്റുകളും നമുക്ക് കാണാം. ഏകദേശം 17 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കൊടൈക്കനാലിലെ മനോഹരമായ ഒരു വ്യൂ പോയിന്റിലാണ്. പളനി ടെമ്പിൾ വ്യൂ പോയിന്റ്. ഒരു 40 മിനിറ്റ് എടുത്തു ഡാർലിംഗ് റെസ്റ്റോറന്റിൽ നിന്ന് ഇവിടെ എത്താൻ. അപ്പോൾ സമയം ഏകദേശം രാവിലെ 9:40 ആയിരുന്നു. തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ പളനി മുരുകൻ ക്ഷേത്രത്തിലെ ഗോപുരം വരെ നമുക്കിവിടെ നിന്ന് കാണാം. പിന്നെ നമ്മൾ നേരെ പൂമ്പാറയിലേക്ക് വിട്ടു. പളനി വ്യൂ പോയിന്റിൽ നിന്നും ഏകദേശം 3.7 കിലോമീറ്റർ കൂടെ സഞ്ചരിച്ചാൽ പൂമ്പാറ ഗ്രാമത്തിലേക്ക് എത്താം. റോഡിൽ കൂടി വരുമ്പോൾ കാണുന്ന ഏരിയൽ വ്യൂ വളരെ ആകർഷകമാണ്. തീപ്പട്ടിക്കൂട് പോലെയുള്ള വീടുകളും തട്ടുതട്ടായിട്ടുള്ള കൃഷിയിടങ്ങളും കാണാൻ മനോഹരമാണ്. പൂമ്പാറയുടെ മനോഹാരിത പറഞ്ഞ് പല ബ്ലോഗിലും ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. താഴോട്ട് ഇറങ്ങിച്ചെന്നാൽ ക്യാരറ്റ്, വെളുത്തുള്ളി തുടങ്ങി വിൽക്കുന്ന ചന്തയും അതിനിടയിലുള്ള ഒരു മുരുകക്ഷേത്രവുമാണ്. ക്ഷേത്രമായതുകൊണ്ട് തന്നെ അതിന്റെ വീഡിയോ എടുത്തില്ല. പൂമ്പാറയിലെ കൊഴന്തൈ വേലപ്ര ക്ഷേത്രത്തിന്, മുരുകക്ഷേത്രത്തിന് ഏകദേശം 2000-3000 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. പഴനിയിലെ വിഗ്രഹം നിർമ്മിച്ച അതേ ഭോഗർ മുനി തന്നെയാണ് ഇവിടുത്തെ വിഗ്രഹവും നിർമ്മിച്ചത്. പഴനിയിലെ വിഗ്രഹം നവപാഷാണം കൊണ്ടാണെങ്കിൽ ഇവിടുത്തെ വിഗ്രഹം ഔഷധ സസ്യങ്ങൾ ചേർത്താണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം. കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ കൃഷിയിടങ്ങളിലെത്താം. അങ്ങോട്ടുള്ള യാത്രയിൽ തെരുവ് പട്ടികൾ, മാലിന്യങ്ങൾ, ചെറിയ ഓടകൾ ഇതൊക്കെ കടന്നു വരാം. കൃഷിയിടങ്ങളിലെ ദൃശ്യങ്ങൾ ഞാൻ പകർത്തിയതോടെ കാണാം. നല്ല മാട്ട വെയിലത്താണ് നമ്മൾ വന്നത്. പിന്നെ കൊടൈക്കനാലിന്റെ പ്രത്യേകത ഉണ്ടാകാം, വെയിൽ കൊണ്ടങ്ങ് തളരില്ല. ക്യാരറ്റും വെളുത്തുള്ളിയും അടക്കമുള്ള കാർഷിക വിളകൾ അവർ ശേഖരിക്കുന്നതും അവ കൈകാര്യം ചെയ്യുന്നതും എല്ലാം ഇവിടെ കാണാം. പൂമ്പാറയെ കൊടൈക്കനാലിന്റെ നെല്ലറ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വീഡിയോയിൽ കാണിക്കുന്ന ആ തട്ടുതട്ടായുള്ള കൃഷിരീതി, ടെറസ് ഫാമിംഗ്, നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിൽക്കുന്നതാണ്. പണ്ട് കൊടൈക്കനാൽ ടൗൺ രൂപപ്പെടുന്നതിന് മുമ്പേ ഉള്ള ഒരു പുരാതന ഗ്രാമമാണ്. പൂമ്പാറ എന്ന പേര് വന്നത് പൂക്കളുടെ പാറ എന്ന അർത്ഥത്തിലാണ്. പണ്ട് ഈ പ്രദേശം മുഴുവൻ കുറിഞ്ഞിപ്പൂക്കളും മറ്റ് കാട്ടുപൂക്കളും നിറഞ്ഞ പാറക്കൂട്ടങ്ങളായതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. ഇവിടുത്തെ മലപ്പൂണ്ട്, ഹിൽ ഗാർലിക്, വെളുത്തുള്ളി വളരെ പ്രസിദ്ധമാണ്. ഇതിന് ഭൗമസൂചിക പദവി GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. ഈ വെളുത്തുള്ളിക്ക് പ്രത്യേക ഔഷധ ഗുണമുണ്ടെന്നും വർഷങ്ങളോളം കേടുകൂടാതിരിക്കുമെന്നും പറയപ്പെടുന്നു. ആടുകൾ, കുതിരകളൊക്കെ ഇവിടെ ഇവർക്ക് കൂട്ടായുണ്ട്. യന്ത്രങ്ങളെക്കാൾ കൂടുതൽ ഇവിടെ മനുഷ്യനെ സഹായിക്കുന്നത് ഈ കുതിരകളാണ്. കുത്തനെയുള്ള മലഞ്ചെരുവുകളിലെ കൃഷിയിടങ്ങളിൽ നിന്ന് വിളവെടുത്ത സാധനങ്ങൾ റോഡിലേക്ക് എത്തിക്കാനും ഇവയുടെ സഹായമുണ്ട്.
ഇവയെല്ലാം കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പൂമ്പാറ അഭൂതമായ ഒരു അനുഭൂതി നൽകുന്നതിൽ സംശയമില്ല. അല്ലാത്തവർക്ക് വിരസതയും ഇവിടേക്ക് വരേണ്ടിയിരുന്നുവോ എന്ന തോന്നലൊക്കെ ഉണ്ടാവുക സ്വാഭാവികം. കാലാവസ്ഥയും ഒരു ഘടകമാവാം. പൂമ്പാറയുടെ മനോഹാരിതയും ശാന്തതയും കാരണം ധാരാളം വിദേശ സഞ്ചാരികൾ ഇവിടെ വന്ന് മാസങ്ങളോളം താമസിക്കാറുണ്ട്. കൊടൈക്കനാൽ ടൗണിലെ ബഹളങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഗ്രാമം ഒരു ഹിഡൻ എസ്കേപ്പാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമത്തിനുള്ളിൽ ചെറിയ കഫേകളും ഹോം സ്റ്റേകളും ഇപ്പോൾ ധാരാളമായി വരുന്നുണ്ട്. കൊടൈക്കനാൽ ടൗണിനെ അപേക്ഷിച്ച് പൂമ്പാറയിൽ തണുപ്പ് അല്പം കുറവായിരിക്കും. പക്ഷേ പുലർച്ചെ സമയങ്ങളിൽ ഗ്രാമത്തിന് മുകളിൽ മഞ്ഞ് പുതച്ചു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ആ സമയത്താണ് ആ തട്ടുതട്ടായുള്ള കൃഷിയിടങ്ങൾ ഏറ്റവും മനോഹരമായി വീഡിയോയിൽ കിട്ടുക. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം കൃഷിയാണ്. നമ്മൾ കുതിരയെ കണ്ടതുപോലെ ഗ്രാമവാസികൾ ഇന്നും കഠിനാധ്വാനികളാണ്. വസ്ത്രധാരണത്തിലും ഭക്ഷണ രീതിയിലും അവർ ഇന്നും തമിഴ് പാരമ്പര്യം കൃത്യമായി നിലനിർത്തുന്നു. ഒരു കാലത്ത് കൃഷി മാത്രം ഉപജീവനമാക്കിയിരുന്ന ഈ ഗ്രാമം ഇന്ന് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും അതിന്റെ തനിമ ഇന്നും അവർ കാത്തു സൂക്ഷിക്കുന്നു. പൂമ്പാറയിൽ നിന്ന് ഒരു 13 കിലോമീറ്റർ ഓടി മുന്നോട്ട് പോയാൽ മണ്ണവന്നൂർ എത്താം. ഏകദേശം 30-40 മിനിറ്റ് യാത്ര ഇതിനായി വേണ്ടിവരും. കൊടൈക്കനാലിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. വിശാലമായ പുൽമേടുകളും അതിനു നടുവിലെ മനോഹരമായ തടാകവുമാണ് മണ്ണവന്നൂരിലെ പ്രധാന ആകർഷണം. സാധാരണ കൊടൈക്കനാൽ ടൗണിൽ കാണുന്ന തിരക്കൊന്നുമില്ലാത്ത പ്രകൃതി ശാന്തമായി നിൽക്കുന്നവരിടം. മണ്ണവന്നൂരും കഴിഞ്ഞ് ഏകദേശം 10 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയാൽ പൂണ്ടി എന്ന കൊച്ചു ഗ്രാമത്തിലെത്താം. കൊടൈക്കനാൽ റോഡ് അവസാനിക്കുന്നത് ഈ ഗ്രാമത്തിലാണ്. അതിനുശേഷം കൊടുങ്കാടാണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയ വഴി തന്നെ തിരിച്ചു വരണം. അതായത് തിരിച്ച് പൂമ്പാറ വഴി തന്നെ വേണം നമുക്ക് തിരിച്ചു വരേണ്ടത്. പൂമ്പാറ കഴിഞ്ഞ മണ്ണവന്നൂരും പൂണ്ടി ലക്ഷ്യമാക്കി പോവുകയായിരുന്നു നമ്മൾ. വണ്ടി ഓടിച്ച് പോകുമ്പോഴേ ഒരു വശപ്പശക് തോന്നിയിരുന്നു. കാരണം വഴിയിലുടനീളം കാട്ടുതീയുടെ അവശിഷ്ടങ്ങൾ. കുറെ ദൂരം കുഴപ്പമില്ല, പിന്നെയും അതുപോലെയൊക്കെ കണ്ടു. കുറച്ചും കൂടി പോയപ്പോൾ ഫോറസ്റ്റുകാർ കാട്ടുതീ അണയ്ക്കാൻ ശ്രമിക്കുന്നതും കണ്ടു. പോലീസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് വന്നിരുന്ന എല്ലാവരെയും അവർ തിരിച്ചയക്കുന്നുണ്ടായിരുന്നു. മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും സുരക്ഷാ കാരണങ്ങളാൽ എല്ലാവരോടും തിരികെ പോകാനും അവർ നിർദ്ദേശിച്ചു. കാട്ടുതീയാണെന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഇതിനപ്പുറത്ത് കാട്ടുതീ ശക്തമായിരിക്കാം. അതുകൊണ്ടാണ് അവർ ആരെയും കടത്തിവിടാത്തത്. അങ്ങനെ യാത്ര അവിടെ അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് വണ്ടി തിരിക്കേണ്ടി വന്നു. പക്ഷേ കൊടൈക്കനാൽ യാത്രയിലൂടെ കഴിഞ്ഞിട്ടില്ല. അടുത്ത വീഡിയോയിൽ പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.